പ്രശസ്ത എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ്റെ മന്ത്രമോതിരം എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചത്. ഇതിൽ 30-ലധികം ചെറുകഥകളുണ്ട്. ഇതിലെ ഓരോ ചെറുകഥകളും നമ്മെ ചിന്തിപ്പിക്കുന്നതും നന്മയിലേക്ക് ഉണർത്തുന്നതുമാണ്. ഇതിലെ ചെറുകഥകൾ നമ്മളുടെ ജീവിതത്തിലെ ധാർമ്മിക ബോധം വളർത്തുന്നതുമാണ്. ഇതിലെ എല്ലാ ചെറുകഥകളും എനിക്കിഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ഒന്നുകൂടി എനിക്കിഷ്ടപ്പെട്ട കഥ ഒന്നും പൂജ്യവും എന്ന ഇതാണ്. ഇതിൽ കഥാപാത്രങ്ങൾ 3 രാജകുമാരന്മാരും അവരുടെ രാജഗുരുവുമാണ്. അമരകേതു, അശോകമിത്രൻ, അജാതശത്രു എന്നിവരാണ് രാജകുമാരന്മാർ. ഒരു ദിവസം ഇവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. തർക്ക വിഷയം എന്തെന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരുന്നു എന്നായിരുന്നു. മൂത്ത രാജകുമാരൻ അമരകേതു പറഞ്ഞു, പണമാണ് ഏറ്റവും വലിയ കാര്യമെന്ന്. പണമുണ്ടെങ്കിൽ നമുക്കെന്തും സ്വന്തമാക്കാമെന്ന്. എന്നാൽ രണ്ടാമത്തെ രാജകുമാരനായ അജാതശത്രു പറഞ്ഞു, ആരോഗ്യമാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. എന്നാൽ മൂന്നാമത്തെ രാജകുമാരനായ അശോകമിത്രൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജ്ഞാനമാണെന്നാണ്. വിജ്ഞാനമില്ലെങ്കിൽ പണവും ആരോഗ്യവും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് മൂന്നാമത്തെ രാജകുമാരൻ്റെ അഭിപ്രായം. ഇവരുടെ അഭിപ്രായങ്ങൾ കേട്ട് രാജഗുരു ഇവരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പൂജ്യത്തിൻ്റെ വിലയേ ഉള്ളൂന്ന്. ഇതിൽ ഒരു സാധനം ചേർന്നാലാണ് ഇതിനെല്ലാം ആവശ്യമുണ്ടാവുക. അതെന്തെന്ന് വെച്ചാൽ നന്മ എന്നാണ് രാജഗുരു പറഞ്ഞത്. നന്മ എന്ന ഒന്നുണ്ടായാലേ ഈ 3 കാര്യങ്ങൾക്കും സ്ഥാനമുണ്ടാവുള്ളൂ. നന്മയില്ലെങ്കിൽ നിങ്ങൾ ഈ 3 കാര്യങ്ങളും വിഷമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന്. രാജകുമാരന്മാരെ ചിന്തിപ്പിച്ചതുപോലെ എന്നെയും രാജഗുരു ചിന്തിപ്പിച്ചു. ഇതിലെ ഓരോ കഥകളും വളരെ സുന്ദരമാണ്. ഇത് കുട്ടികളായ നമുക്ക് മടുപ്പില്ലാതെ വായിക്കാം. നിങ്ങളെല്ലാവരും ഈ കഥ വായിക്കണം. നന്ദി.